എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് മുളക് പൊടിയൊക്കെ ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്മീനിൻ്റെ ഒരു 6 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അയില വെച്ചിട്ടും മത്തി വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാരിനേഷൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. ഒരു അരക്കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പുതിന. നമ്മൾ മല്ലിയില എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു പകുതി അളവായിട്ട് നമ്മൾ പുതിന എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പച്ചമുളകാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4 പച്ചമുളക് എടുത്തു. എന്നിട്ട് 2 പച്ചമുളക് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ 2 പച്ചമുളകിൻ്റെ കുരു ഒന്നിങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ട് 4 എണ്ണാകുമ്പോൾ കുറച്ച് എരിവ് കൂടും. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഞാൻ കുരു മാറ്റിയിട്ട് അതും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുത്തിലേക്ക് ആക്കി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നനവ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ അരച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗളിലേക്ക് ഈ അരപ്പിട്ട് കൊടുത്തിട്ട് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് തന്നെ അരപ്പ് നല്ല രീതിയിൽ ആ ഒരു മീനിലേക്ക് പിടിക്കുകയും ചെയ്യും. പിന്നെ മീനിന് നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മീനിലേക്ക് ഈ ഒരു അരപ്പ് ആക്കി കൊടുത്തിട്ട് നമ്മളെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ആ ഒരു മീനിൻ്റെ 2 സൈഡിലും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റോളം നമ്മളൊന്നിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിലൊക്കെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ ഒരു എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് മീനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം അത്യാവശ്യം നല്ലൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ടു മീഡിയം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. ഒരുപാട് സിമ്മാക്കി വെക്കരുത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ആ എണ്ണ മീനിലേക്ക് കുടിക്കും. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിം ആക്കി കഴിഞ്ഞാൽ ഒരു അരപ്പ് പെട്ടെന്ന് കരിഞ്ഞിട്ട് മീൻ അങ്ങ് ശരിക്ക് വേവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു കുറച്ച് സമയം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്നിങ്ങനെ മറിച്ചിടുകയാണ്. നമ്മളൊരു മീൻ ഗ്രീൻ കളറൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഈ ഒരു അരപ്പ് ഇങ്ങനെ ആ ഒരു എണ്ണയിൽ കിടന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും പുതിനൊക്കെ ഒരു എണ്ണയിൽ ഫ്രൈ ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 മീനൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡ് നമ്മൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളങ്ങനെ 3 മീനൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് മീനൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് ക്രിസ്പി ആവാതെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ക്രിസ്പി ആകും, അകത്ത് നല്ല രീതിയിൽ കുക്കായിട്ട് തന്നെ നമ്മളെ മീൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ബാക്കി 3 മീനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം മസാല വെച്ചിട്ട് തന്നെ മത്തിയും അയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ച കുരുമുളക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ കുരുമുളക് പൊടിക്ക് പകരമായിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിപ്പോൾ ഒരു പാകത്തിന് എരിവായിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് കുറച്ച് കൂട്ടി കൊടുക്കാം. കുരുമുളകിനേക്കാളും കുറച്ചൊരു പച്ചമുളക് കൂട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ കളർ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മളിത് ഇതുപോലെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ആയിരിക്കും, നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ടും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു വെറൈറ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടും നല്ലൊരു കളറും പിന്നെ അധികം എരിവൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.